ഉള്ള അച്ഛൻ്റെ സിസ്റ്റർ സ്പോട്ടിൽ മരിക്കുകയാണ് ഉണ്ടായത്. അവരുടെ ഒരു ഫേസിന്റെ ഒരു മജോറിറ്റി ഓഫ് പോർഷൻ അടർന്നു പോയി, അവർ ഓൺ ദ സ്പോട്ടിലേ മരിച്ചു. അപ്പൊ സ്വപ്നത്തിൽ തന്നെ ഇവരുടെ പാഷ്വലി ഈ ഫേസ് അതിൽ നഷ്ടപ്പെട്ട ഫേസ് ആയിട്ടാണ് ഇവർ സ്വപ്നത്തിൽ വരുന്നത്. ഇവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ പാസ് ചെയ്തു. അപ്പൊ ആ വീട്ടിൽ ഇവരും ഈ ഹസ്ബൻഡിന് അമ്മയെ മാത്രമേ ഉള്ളൂ. ഇവർക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല, ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഇവരെ എവിടെ ഇരുന്നാലും നമ്മുടെ ഒരു റിഫ്ലക്ഷൻ പോലെ, നമ്മളൊരു കണ്ണാടിയിൽ നോക്കുന്ന പോലെ എവിടെ നോക്കിയാലും ഇവരുടെ ആന്റീനെയാണ് കാണുന്നത്. അതേ ഇവരിങ്ങനെ കൈ ഉയർത്തി ഇവരുടെ അടുത്തേക്ക് വിളിക്കുന്നു. അപ്പൊ പിള്ളേർക്ക് മനസ്സിലായി പോയിട്ടില്ല. രാജേഷേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോട്ടെ. സാധാരണ ഞാൻ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്, പരിചയപ്പെടുത്താറുണ്ട്. എന്തായാലും നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അവർ പല മറുപടികളും തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എനിക്ക് കേട്ടുള്ള അറിവും എക്സ്പീരിയൻസും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ശ്രീലക്ഷ്മിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ദൈവം സഹായിച്ചാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മേ ബി അവരങ്ങനെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തോന്നില്ലായിരിക്കാം. സോ അങ്ങനെ ഒരു സ്റ്റോറി എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള എൻ്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫ്രണ്ടാണ്. പുള്ളിക്കാരുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം പുള്ളിക്കാരി വാസ് ലൈക്ക് വീട്ടില് 2 പെൺകുട്ടികളാണ് അവർ. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇവളെ ഇങ്ങനെ വീടിന്റെ വെളിയിലൊന്നും വിടാതെ, ഇവളെ നന്നായിട്ട് പഠിക്കും, വീടിന്റെ വെളിയിലൊന്നും വിടാതെ ഭയങ്കര ഒരു അഡമൻ പേരന്റിങ് ആയിരുന്നു. അച്ഛനാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റും സ്റ്റബോണും ആയിരുന്നു. ഇവർ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അമ്മ, ഇവർ 2 പെൺകുട്ടികൾ, ഇവള് മൂത്ത കുട്ടിയാണ്. അപ്പോൾ ഇത്രയും പേരാണ് വീട്ടിൽ താമസിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കെ ഇവളൊരു 4-5 വർഷം മുമ്പ് ട്രിവാൻഡ്രത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇവളുടെ അച്ഛൻ്റെ സിസ്റ്ററിന്റെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിൽക്കേണ്ടേ. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ചെറുപ്പകാലത്ത്, അങ്ങനെ പോയി നിൽക്കേണ്ട. ഇവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരു ഔട്ടിങ്ങിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പം അച്ഛൻ്റെ സിസ്റ്റർ, ഇവള്, ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, 2 ആൺകുട്ടികൾ, ഇത്രയും പേരായിട്ട് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷെ പോകാനിരിക്കെ ഇവർ കുറച്ച് റോട്ടിലേക്കായി ഇവരുടെ ഡെസ്റ്റിനേഷൻ എത്താനിരിക്കെ ഒരു ടോറസ് ഇവരുടെ സൈഡിൽ കൂടെ വന്ന്. അപ്പോൾ ഇത് കണ്ട് ഇവളുടെ അച്ഛൻ്റെ സിസ്റ്റർ ആ ഒരു പരിഭ്രാന്തിയിൽ ഇവള് മടിയിലെന്തോ ഇരിക്കുകയായിരുന്നു. കുഞ്ഞായിരുന്നു, അവൾ അത്യാവശ്യം എന്ന് വെച്ചാൽ കണ്ടാൽ മനസ്സിലാവും, ഒരു 10th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് അത്ര ഉണ്ടായിരുന്നു. അപ്പം ഇവളെ മടിയിൽ എന്തോ ഇരുത്തിയേക്കായിരുന്നു. ഇവളെ മടിയിൽ നിന്ന് എടുത്ത് മാറ്റി ആ വണ്ടി വന്ന് നേരെ ഇടിച്ചു. വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയി. ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര പരിക്കുണ്ടായിരുന്നു. ഇവളുടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി, ഇവളുടെ കാലൊടിഞ്ഞു. അങ്ങനെ വണ്ടിയിലുള്ള എല്ലാവർക്കും പരിക്കുണ്ടായി. ഇവളുടെ അച്ഛൻ്റെ സിസ്റ്റർ സ്പോട്ടിൽ മരിക്കുകയാണ് ഉണ്ടായത്. അവരുടെ ഒരു ഫേസിന്റെ ഒരു മജോറിറ്റി ഓഫ് പോർഷൻ അടർന്നു പോയി, അവർ ഓൺ ദ സ്പോട്ടിലേ മരിച്ചു. അങ്ങനെ പുള്ളിക്കാരിയൊക്കെ നേരിട്ട് കണ്ടു. ഷീ സോ ദാറ്റ്. അപ്പം ആ ഒരു റിയൽ ലൈഫില് ഇത്രയും അടുപ്പമുള്ള, അത്രയും നേരം ഒട്ടിച്ചേർന്നിരുന്ന ഒരു വ്യക്തി പോകുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ട്രോമയായി. അങ്ങനെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അപ്പം ഒരു ദുർമരണം നടന്നൊരു സ്ഥലം ആർക്കാണെങ്കിലും അതെ, അത് മാത്രമല്ല പുള്ളിക്കാരി നേരിട്ട് കാണുകയും കൂടെ ചെയ്തല്ലോ. അങ്ങനെ ഇരിക്കുക എല്ലാവർക്കും വീട്ടിലൊരു പേടിയായി. പിന്നെ പെട്ടെന്നുള്ള ഒരു സഡൻ ഡെത്ത് ആയതുകൊണ്ട് അതിന്റെ വിഷമവും കാര്യങ്ങളും. അപ്പം ഈ കർമ്മങ്ങളും നമ്മുടെ ആചാരപ്രകാരം അടിയന്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടി കിടന്ന് ഉറങ്ങാൻ നേരത്ത് ഈ മരിച്ചുപോയ ഈ അച്ഛൻ്റെ സിസ്റ്റർ ഇവളുടെ സ്വപ്നത്തിൽ വരെ, ഇവളെന്നോട് പറഞ്ഞ കഥയാണ്. പുള്ളിക്കാരി സ്വപ്നത്തിൽ വരാണ്, നീ എൻ്റെ അടുത്തേക്ക് വരണം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ഞാൻ നിന്റെ അടുത്തല്ലേ അവസാനം നിന്നത്, ഞാൻ കാരണമല്ലേ നീ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വപ്നത്തിൽ ഇവർ സംസാരിക്കുകയാണ്. അവരിങ്ങനെ ചെവിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നോർമലി ഇവളിങ്ങനെ എണീറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് സ്വപ്നമാണല്ലോ, അങ്ങനെ ഒന്നും യാഥാർത്ഥ്യമാവില്ല. ഒരു 8ാം ക്ലാസ്സുകാരി 9ാം ക്ലാസ്സുകാരിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ സ്വപ്നത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പൊ ഇവളുടെ അച്ഛൻ്റെ സിസ്റ്റർ ഒരു നീല ചുരിദാർ എന്തോ ആണ്, ഒരു നീല കളറിലെ ഒരു ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പൊ സ്വപ്നത്തിൽ തന്നെ ഇവരുടെ പാഷ്വലി ഈ ഫേസ് അതിൽ നഷ്ടപ്പെട്ട ഫേസ് ആയിട്ടാണ് ഇവർ സ്വപ്നത്തിൽ വരുന്നത്. കാണുന്നതും അങ്ങനെ. അപ്പൊ അത് കാണുമ്പോ തന്നെ യഥാർത്ഥമായ രൂപമല്ല, ഈ ഒരു മരിച്ച രൂപം കാണുമ്പോ തന്നെ അവർക്ക് ഭയങ്കര പേടി. അപ്പൊ ഇങ്ങനെയാണ് സ്വപ്നത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇവള് വിചാരിച്ചു എൻ്റെ സ്വപ്നമാണ്. അപ്പം വീട്ടിൽ അമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതിങ്ങനെ നേരിട്ട് കണ്ടത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അനിയത്തിയുണ്ട്, പുള്ളിക്കാരി ഇത് തന്നെ കാണുന്നു. തൊട്ട് താഴെയുള്ള ഒരാള്. എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട്? ഇവരൊരു 4 വയസ്സിന് വ്യത്യാസം ഉണ്ടാവും, 4-5 വയസ്സിന് വ്യത്യാസം ഉണ്ടാവും.
പുള്ളിക്കാരി ഈ സെയിം സാധനം തന്നെ കാണുന്നു. പുള്ളിക്കാരി ആ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. ഇവള് പറഞ്ഞു കേട്ട അറിവും പിന്നെ അച്ഛൻ്റെ സിസ്റ്റർ ആണല്ലോ, അങ്ങനെയുള്ള കർമ്മത്തിനൊക്കെ പങ്കെടുത്ത് ഈ സെയിം കാര്യം തന്നെ കാണുന്നു. ഇവർ രണ്ടുപേരും പറയാണ് ഇങ്ങനെ ഞങ്ങളെ വിളിക്കുകയാണ്, പുള്ളിക്കാരിയുടെ അടുത്തേക്ക് നമ്മളെ വിളിക്കുകയാണ്. പക്ഷെ ഇത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് ഇങ്ങനെയുള്ള ദൈവം, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി ഒരു വിശ്വാസവും ഇല്ല, ഒന്നിനെ കുറിച്ച് പുള്ളിക്ക് ഒന്നും വിശ്വാസമില്ല. പുള്ളി ഇങ്ങനെ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലും നേരിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, അത് നേരിട്ട് കണ്ടതുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു ആഘാതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അമ്മയും അങ്ങനെ പറഞ്ഞ് ആശ്വസിച്ചു. കാരണം കുഞ്ഞുങ്ങളാണല്ലോ, അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തട്ടിയാൽ ഭയങ്കരമായിട്ടുണ്ടാവും. അങ്ങനെ ഇത് ഇവരുടെ അമ്മുമ്മയോട്, അതായത് ഈ മരിച്ചുപോയ ലേഡിയുടെ അമ്മയോട് സംസാരിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാനിരിക്കുകയായിരുന്നു, ഇങ്ങനെ എൻ്റെ സ്വപ്നത്തിലും അവള് വന്ന് അമ്മ എൻ്റെ അടുത്തേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മുമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നിട്ട് അമ്മ എന്താ പറയാതെ, ഇത് എൻ്റെ മാത്രം തോന്നലാണെങ്കിലോ, കാരണം ഈ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ, പിന്നെ എനിക്ക് ഇത്രയും പ്രായമായി, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇനി അതിൻ്റെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞ് തിരസ്കരിച്ചാലോ എന്ന് വിചാരിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പം ഒരു കുടുംബത്തിൽ 3 പേര് കാണുന്നുണ്ട് ഒരേ കാര്യം. അപ്പം ഈ മരിച്ചുപോയ ലേഡിയുടെ ഹസ്ബൻഡിനെയും മക്കളെയും വിളിച്ചു. അപ്പൊ അവരും ഇതുപോലെ സ്വപ്നത്തിൽ പല കാര്യങ്ങൾ കാണുന്നുണ്ട് അത്ര. അപ്പം ഈ മക്കളെ ആണെങ്കിലും അമ്മയുടെ അടുത്തേക്ക് വാ, അമ്മയില്ല നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നേ, അപ്പനെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വാ, ഇങ്ങനെ എല്ലാവരെയും ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ, അതായത് ഈ അമ്മൂമ്മയുടെ അടുത്തേക്ക് മക്കളെ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. ഈ ലേഡിയുടെ അടുത്തേക്ക് ഈ മരിച്ചുപോയ ലേഡി എല്ലാവരുടെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒന്ന് പറയാണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്. ഒരാൾ മാത്രമാണെങ്കിൽ അതിൽ തോന്നലാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, കുടുംബത്തിന് ഉള്ളിലുള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് ഇപ്പം ഹസ്ബൻഡിനുണ്ട്, ബട്ട് ഇവളുടെ അമ്മ ഇതുവരെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ അമ്മ കിച്ചണിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തിരിഞ്ഞ് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പാത്രം കഴുകുകയോ എന്തോ ഭക്ഷണം ഉണ്ടാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ പാസ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഇവർ ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് ആക്സിഡന്റ് നടന്ന സമയത്ത് ഇട്ടിരുന്നത്. അപ്പൊ നമ്മൾ എത്ര ഇങ്ങോട്ട് നിന്ന് വർത്താനം, നമുക്കൊരു സൈറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും പാസ് ചെയ്ത് ഷെയ്ഡ് അടിക്കുന്ന പോലെ. അപ്പൊ ഇവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ പാസ് ചെയ്തു. അപ്പൊ ആ വീട്ടിൽ ഇവരും ഈ ഹസ്ബൻഡിന് അമ്മയെ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു അമ്മയാണ് പാസ് ചെയ്ത് പോയത്, അവരത് മൈൻഡ് ചെയ്തില്ല, അമ്മ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കിച്ചണിൽ വന്നായിരിക്കും. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് ഈ പോയ സ്പീഡിൽ തന്നെ ആള് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇത്ര സ്പീഡിൽ എന്തായാലും അമ്മ നടക്കില്ല, കാരണം അമ്മയ്ക്ക് കാലിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്ര സ്പീഡിലാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അവർ തിരിച്ചു നോക്കുമ്പോൾ ഹോളില്, ഇവരുടെ അത്യാവശ്യം വലിയൊരു ഹോളാണ്, ഈ കിച്ചണിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരിക്കലും ആ ലേഡിക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഇത്ര ദൂരെ പോയി കിച്ചണിൽ വന്ന് ഹോളിലിരിക്കാം. അവർ നോക്കുമ്പോൾ പത്രം വായിച്ചുകൊണ്ട് അവരങ്ങ് ദൂരെ ഇരിക്കുക. അപ്പോൾ ചോദിച്ചു അമ്മ ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ വന്നില്ല, ഞാൻ ഇങ്ങനെ വരാനാ, എന്തിനാ വരണേ, ഞാൻ ആരെയും കണ്ടു. അമ്മ പറഞ്ഞ ആരെ കാണാൻ, തോന്നലാണ്, ഇപ്പം എല്ലാവരും കണ്ടു, അപ്പം നിനക്കും അങ്ങനെ ഒരു തോന്നൽ വന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു തോന്നലായിട്ട് വിട്ടു. അവർ ആ ഒരു വട്ടേ കണ്ടുള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഭയങ്കര പ്രശ്നമായി. ഇവർക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല, ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഇവരെ എവിടെ ഇരുന്നാലും നമ്മുടെ ഒരു റിഫ്ലക്ഷൻ പോലെ, നമ്മളൊരു കണ്ണാടിയിൽ നോക്കുന്ന പോലെ എവിടെ നോക്കിയാലും ഇവരുടെ ആന്റീനെയാണ് കാണുന്നത്. ഇവർക്ക് കുളിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എവിടെ പോയാലും. ഇവിടെ സ്വകാര്യമായി നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്ക് പോയാലും അല്ലെങ്കിൽ ഒരു പ്രൈവസി ഇല്ല നമ്മൾ പറയുന്നത്, നമ്മളെല്ലായിടത്തും ഫോളോ ചെയ്യാണ്. നമ്മൾ പറയും ഈ റൂമിൽ നമ്മൾ മാത്രമല്ല, നമുക്ക് കാണാൻ പറ്റുക ആരൊക്കെ ഇതിന് ഇവിടെ ഉണ്ട്, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചില സമയത്ത് പറയണം. ചില സിനിമകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില ആൾ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അത് പെട്ടെന്ന് പേടിയാവും. നമുക്ക് ആരുടെ ഒരു പ്രസൻസ് ഉണ്ട്. പക്ഷെ ഇവരെ തന്നെ തുറച്ചു നോക്കുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് ഇവരുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇനി നമ്മുടെ ഒരു ഇതിൽ പറഞ്ഞ ഐഡിയോളജി, അതായത് നമ്മൾ കുറെ കാലം സ്വപ്നം കണ്ടു, പിന്നെ അത് റിയൽ ആയിട്ട് കാണാൻ തുടങ്ങി. ഇങ്ങനെ നിൽക്കാണ് ഇവര്. കണ്ണാടി നോക്കുമ്പോൾ ബാക്കിൽ ഇതൊരു സിനിമയിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിനിമയെ വെല്ലുന്ന ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ, എവിടെ പോയാലും ഇവർ കൂടെ ഉണ്ട്. ഇവർക്ക് ഇപ്പൊ ഒരു രഹസ്യമായിട്ട് ഇവരെ കണ്ടു എന്ന് ഒരു രണ്ടാമത്തെ വ്യക്തിയോട് പറയാൻ ഇവർക്ക് പേടിയാണ്. കാരണം ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ ഇവർ കേൾക്കാണോ എന്ന് ഇവർക്കൊരു സംശയമാണ്. അതുപോലെ പേടി. ഈ പിള്ളേരങ്ങ് ഒന്നും തമ്മിൽ പോലും സംസാരിക്കാൻ പേടി, ഇത് കേൾക്കുന്നുണ്ടെങ്കിലോ ഇത് കാണുന്നുണ്ടെങ്കിലോ എന്നുള്ളൊരു സംഭവമായി. പിള്ളേർ ആകെ പാനിക്കായി, എല്ലാം ആയി. അങ്ങനെ ഇവര് ഒരു ജോത്സ്യനെ വിളിച്ച് ഇതൊക്കെ നടത്തിയപ്പോൾ ഒരു ഇങ്ങനെ ആത്മാവിന് പെട്ടെന്ന് മരിച്ചതാണല്ലോ, കുടുംബങ്ങളെ കണ്ട് കൊതി തീർന്നില്ല, അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടെ കർമ്മങ്ങളുണ്ട്, പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ സ്വപ്നത്തിൽ വരുന്നതാണെന്ന് പറഞ്ഞ് ഇവർ കുറച്ച് കർമ്മങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും സഹോദരങ്ങളുണ്ടെങ്കിൽ എല്ലാ സഹോദരങ്ങളും വന്ന്
പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് ഒരാഴ്ചക്കാലം ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളാണെങ്കിലും നന്നായിട്ട് ഇറങ്ങി, അച്ഛനും അമ്മൂമ്മയും എല്ലാവരും, മരിച്ചുപോയ ലേഡിയുടെ ഫാമിലി അവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കാണാൻ തുടങ്ങി. പിന്നെ വേറെ ആർക്കും പ്രശ്നമില്ല, ഈ കുട്ടികൾക്ക് മാത്രം പ്രശ്നം, ഇവർ മാത്രം. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ സ്വപ്നത്തിൽ വരും, പക്ഷെ എന്നാൽ അവർ യാഥാർത്ഥ്യമായിട്ട് കണ്ടു വേറെ ഇൻസിഡന്റ് ഉണ്ട്. അതായത് ഇവരുടെ പേരൻസ് രണ്ടുപേരും കൂടെ ഒരു ഹൗസ് വാമിങ്ങിനോ എന്തോ ഒരു ഫംഗ്ഷനും കൂടെ പുറത്തേക്ക് പോവാം. അപ്പം ഇവരോട് ഇങ്ങനെ കാറിലാണ് പോകുന്നത്. പെൺകുട്ടികൾ രണ്ടുപേരോടും പറഞ്ഞു, ഞങ്ങൾ കാറിൽ പോകുമ്പോൾ നിങ്ങൾ വെളിയിൽ വന്നിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഇവരുടെ ഗേറ്റ് ടു വീട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഗേറ്റ് കയറുന്ന കുറച്ച് നടന്നു വരണം. അപ്പോൾ ഇവർ ഓക്കെ, അപ്പോൾ ഇപ്പം വേറെ ആരെയും കണ്ട് പേടിക്കുന്നൊന്നും ഇല്ലല്ലോ. ഒരാഴ്ച 2 ആഴ്ചയോളം ഇവർക്ക് ആർക്കും യാതൊരു പ്രശ്നം. അപ്പോൾ ഇവർ വിചാരിച്ചു പോയി, പേടിക്കണ്ട, സമാധാനമായിട്ട് അവർ ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുഴപ്പമില്ല, ഒരു ബാക്ക് ടു ഒരു നോർമൽ ലൈഫായിട്ട്. അങ്ങനെ ഇവർ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടാറ്റ പറഞ്ഞ് ഗേറ്റ് ഇങ്ങനെ പൂട്ടാൻ നേരത്തെ അപ്പോൾ ഇവരുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പോസ്റ്റാണ്, നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റാണ്. അപ്പോൾ ഒരു ലാമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പാർഷ്യലി ഇങ്ങോട്ടേക്കും. അപ്പോൾ അവരുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് മരങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ അടുത്തടുത്ത വീടുകളുണ്ട്, എന്നാലും കുറച്ച് ദൂരമായിട്ടുള്ള വീടുകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലേഡി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവരുടെ അടുത്തുള്ള ഒരു ലേഡി, അവരിങ്ങനെ ഒരു കൂലിപ്പണി അല്ലെങ്കിൽ എവിടെയോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അവർ വന്നിട്ട് ഈ ഒരു സമയമാണ് അവരുടെ ജോലികളൊക്കെ, മുറ്റം തൂക്കുക, ചപ്പൊക്കെ അടിച്ച് കത്തിക്കുക ഇങ്ങനെ. അപ്പോൾ ഇവരിങ്ങനെ പെൺകുട്ടികൾ അച്ഛനൊക്കെ ടാറ്റോട് തിരിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് പേടിക്കണ്ടല്ലോ, വേറെ ആരും ഇല്ലല്ലോ, എല്ലാവരും പോയി ഒരു സമാധാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്, ഇരുട്ടത്ത് നിൽക്കുന്നത്, എപ്പോഴാണോ വന്നതെന്ന് ചോദിച്ചു. ഇവർ അനങ്ങുന്നില്ല, സംസാരിക്കുന്നില്ല. ഇവരിങ്ങനെ സംസാരിക്കാണ്ട് നിൽക്കുന്ന പിള്ളേർ, ഇതെന്താ മിണ്ടൂലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എപ്പോഴും ഒരു മിണ്ടല്ല. അപ്പോൾ പിള്ളേർക്ക് ചെറിയൊരു പേടിയായി. കാരണം ഒരു മനുഷ്യനാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ചലിക്കൂല്ലോ, ഇവർ അനങ്ങുന്നതേ ഇല്ല. ഒരു ഒരു 10-40 സെക്കൻഡ് പിള്ളേർ ഇങ്ങനെ തുറച്ചു നോക്കി, അതും ഇതും ചോദിച്ചിട്ട് ഇവരിങ്ങനെ അനങ്ങുന്നില്ല. ഇങ്ങനെ ഒന്നും കൂടെ തുറച്ചു നോക്കിയപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു നീല, എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് വ്യക്തമല്ല. അവിടെ ഒരു വ്യക്തിയുണ്ട്, ആ ഒരു സമയത്ത് ഇവരെ അവിടെ കാണാറുള്ളൂ എന്നുള്ള രീതിയിൽ ഇവരങ്ങ് സംസാരിക്കുന്നതാണ്. അപ്പൊ ഇവരിങ്ങനെ നോക്കുന്നു, മറ്റേ ലേഡിയാണെന്ന് കരുതി അവർ സംസാരിക്കുന്നു. അതെ, കാരണം ബാക്കി എല്ലാവരും പോയല്ലോ, കർമ്മങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും പറഞ്ഞു വിട്ടല്ലോ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവർ അനങ്ങുന്നില്ല. അപ്പൊ പിള്ളേരിങ്ങനെ നോക്കുമ്പോൾ ഇവരിങ്ങനെ പതിയെ, ഇവരൊന്നും സംസാരിക്കുന്നില്ല, പതിയെ ഇവരിങ്ങനെ കൈ ഉയർത്തി ഇവരുടെ അടുത്തേക്ക് വിളിക്കുന്നു. അപ്പൊ പിള്ളേർക്ക് മനസ്സിലായി പോയിട്ടില്ല. പിള്ളേർ ഗേറ്റ് പൂട്ടി ഓടി. അകത്ത് ഇവരുടെ അമ്മമ്മയുണ്ട്, അതായത് ഈ ലേഡിയുടെ, മരിച്ചുപോയ ലേഡിയുടെ അമ്മയുണ്ട്. അമ്മമ്മയോട് വന്നിങ്ങനെ പറഞ്ഞു, ഇല്ല പോയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. കാരണം ഇവർ പറയുന്നത്, എൻ്റെ മോൾ അത്ര ദുഷ്ടിയൊന്നും അല്ല, നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊക്കെ എന്ത് കാര്യം അവൾക്ക്, ഞാൻ കാണാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്കല്ലേ ആദ്യം പറഞ്ഞിട്ടാണ്, ഞാൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, നിങ്ങളെല്ലാവരും, അവളുടെ മക്കൾക്കും പ്രശ്നമില്ല, ആർക്കും നിങ്ങളുടെ അടുത്തേക്ക് മാത്രം എന്തിനാ ആൻറ്റി വരുന്നത്. ഇവർ പറഞ്ഞു ഇല്ല കണ്ടു. പിന്നെ പിള്ളേരെ ആരും വിശ്വസിക്കുന്നില്ല. ആരെന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മ ഒഴിച്ച് ബാക്കി, കാരണം വേറെ ആരും കാണുന്നില്ല, ഇവർ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെയും പിള്ളേർക്ക് പഴയ പോലെ സ്വപ്നത്തിൽ വരാൻ തുടങ്ങി. നേരിട്ട് കണ്ടതിന് ശേഷം പിന്നെയും പഴയ പോലെ സ്വപ്നത്തിൽ വരാൻ തുടങ്ങി. പിന്നെ ഇവർക്ക് ആ ഒരു പ്രൈവസി നഷ്ടപ്പെട്ടു, ഉറക്കത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഈ ഒരു സെയിം തന്നെ. അങ്ങനെ ഇരിക്കുമ്പം ഈ അമ്മയുടെ അച്ഛനോട് ഈ കാര്യം പറയും. മുമ്പും അറിയാമായിരുന്നു, പക്ഷെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയില്ല. അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് പേടിയാവുന്നു, പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കും, മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും സംഭവിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അച്ഛൻ എന്തെങ്കിലും വഴിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു കുടുംബക്ഷേത്രമുണ്ട്, ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അവർ ഭയങ്കര വിശ്വാസികളാണ്, പണ്ട് തൊട്ടേ അത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ. അപ്പോൾ അവരവിടെ ചെന്നിട്ട് ഇങ്ങനെ ചരട് ജപിച്ച് കിട്ടി, ഭസ്മം പ്രസാദമൊക്കെ വന്നിട്ട്. അപ്പം അച്ഛനോട്, ഇവരുടെ വീട്ടിൽ അച്ഛനോട് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിപ്പം മാറി വരുന്നതേ ഉള്ളൂ, കുട്ടികളാണ്. അപ്പോൾ പുള്ളിക്കാരുടെ മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇല്ല എനിക്കറിയാം, ഇതെങ്ങനെ മാറ്റണം എന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ അതെ അമ്മയുടെ അച്ഛൻ ഇങ്ങനെ പറയാണ്. അദ്ദേഹം വന്ന് ഭസ്മം തൊട്ട് കൊടുത്തു, പ്രസാദം ചരടൊക്കെ തൊട്ട് കൊടുത്ത് കിടക്കാണ്. അപ്പോഴും ഈ മൊത്തത്തിൽ ഇതങ്ങ് പോകുന്നു. പിള്ളേർക്ക് പേടിയാണ്, കാരണം അവരത് നേരിട്ട് കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പം ഈ ഇളയ കുട്ടി ഇങ്ങനെ ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. പുള്ളിക്കാരി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. പുള്ളിക്കാരി ഒരു ഭയങ്കരമായ ഇങ്ങനെ ഒരു പുല്ല് നിറഞ്ഞ ഒരു സ്ഥലത്തൂടെ, കാടൊന്നുമല്ല, അല്ലാത്തൊരു സ്ഥലത്തൂടെ ഇങ്ങനെ ഓടി. അപ്പോൾ പുറകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവരുടെ ആൻറ്റി ഉണ്ട്. ആൻറ്റി ഇങ്ങനെ പേടിപ്പിക്കുന്നൊന്നുമില്ല, ആൻറ്റി ഈ കുട്ടിയുടെ പുറകെ ഓടി. നമുക്കൊരു ശ്വാസം മുട്ടുന്ന, ഓടി തളർന്ന് നമുക്കൊരു ശ്വാസം കിട്ടില്ല, എൻഡെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ എത്തി. ഈ ഓടിയാലും തീർന്നു, ഇത് വന്നാലും തീർന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഈ കുട്ടി കിതച്ച്
അവിടെ ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇങ്ങനെ ഇരുന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ ആൻറ്റി വരുന്നു. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ദാറ്റ് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെൻ്റ് ഇവർ ശരിക്കും ഇവരുടെ ലൈഫിൽ നടന്നു എന്നാണ് എന്നോട് പറയുന്നത്. അതായത് ഈ ആൻറ്റിയും ഈ ഇളയ കുട്ടിയും നിൽക്കുന്ന ഡിസ്റ്റൻസിൽ ഒരു ലേഡി വന്ന് നിൽക്കുകയാണ്. ലേഡി എന്നൊക്കെ പറയുമ്പോൾ നിറച്ച് മുടിയൊക്കെ ആയിട്ട് ഇവരുടെ മുമ്പിൽ ഇവരുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇവർക്ക് ഭയങ്കര ഒരു റേഡിയൻസ് ആണ്. കാരണം ഈ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത രീതി, അതെ അതെ, ഭയങ്കര ഒരു തേജസ്സാണ്. ആ ഒരു ഗ്ലോയും നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കൊരു ചൂടടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രയ്ക്കൊരു ഗ്ലോ ആണ് ആ ലേഡിക്ക്. ഈ ലേഡി ഒന്നും സംസാരിക്കുന്നില്ല. ഈ ലേഡിയെ കണ്ടതോടുകൂടി തന്നെ ഇവരുടെ ആൻറ്റി ഇങ്ങനെ ബ്ലറായി ഇങ്ങനെ പതിയെ, കാരണം ആൻറ്റിക്ക് എന്തോ പവർ നഷ്ടപ്പെട്ട പോലെ ഇവരുടെ മുമ്പിൽ ഈ പവർ നഷ്ടപ്പെട്ട പോലെ ഇവർക്ക് തോന്നുകയാണ്. എന്നിട്ട് ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആൻറ്റി ഇങ്ങനെ ഇല്ലാണ്ടായി വായുവിൽ അലിഞ്ഞു പോകുന്ന പോലെ ഇവരിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പുള്ളിക്കാരി സ്വപ്നത്തിലാണോ യാഥാർത്ഥ്യത്തിലാണോ എന്നറിയാതെ പെട്ടെന്ന് ഇങ്ങനെ അമ്മയെന്ന് വിളിക്കുകയാണ്. അമ്മയെന്ന് ഇങ്ങനെ വിളിക്കുമ്പം ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന ആ ലേഡി പകുതി മുഖം ഇങ്ങനെ പകുതിയെ ചിരിക്കുന്നുള്ളൂ. പകുതി ചിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് നോക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയധികം ആ ഒരു പ്രഭയും തേജസ്സും കൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പകുതി ചിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഇവർ ധരിച്ചിരിക്കുന്ന വേഷം എന്ന് പറയുന്നത് ഒരു ചുമല പട്ടുസാരിയും പച്ച ബ്ലൗസും. ഭയങ്കരമായ കുട്ടി അത് ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര ഇത്രയും ഭാഗമാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള, എന്നുവെച്ചാൽ മുഖം റെക്കഗ്നൈസ് ചെയ്യുന്നതല്ല, ഭയങ്കര തേജസ്സായിട്ട് നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ഒരു ലേഡിയാണത്. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇവൾ മയങ്ങി വീണ് ഇവർ തോളത്തെടുത്തോണ്ട് പോകുന്നതായിട്ടാണ്. കാരണം ഈ കുട്ടി അമ്മേന്ന് വിളിച്ചിട്ട് ഇവർ നോക്കുമ്പോൾ, അതായത് ലേഡി നോക്കുമ്പോൾ ഇവർ മയങ്ങി വീണ് ഇവരെ തോളത്തെടുത്തോണ്ട് പോകുന്നതായിട്ടാണ് സ്വപ്നം. അപ്പം ഇവർ പറയും, സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് കുട്ടി ഇത് പറയുമ്പോൾ അമ്മ ഈ കുട്ടി ഇങ്ങനെ സ്വപ്നത്തിൽ അമ്മയാണോ അത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ലേഡി പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ മക്കളാരും രണ്ടുപേരും അങ്ങനെ ഒരു ആൻറ്റിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റോ ഇന്നേ വരെ പിള്ളേരെ ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പം ആ സംഭവം നടന്നിട്ട് ഒരു 8 കൊല്ലത്തോളമായി. ഇപ്പോഴൊക്കെ അത് ഓർക്കുമ്പോൾ പേടിയാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം, അത് ആരാണ് എന്താണ് എന്നുള്ള ഒരു സാധനമാണ് അവൾ പറയുന്നത്. അവർ ആരാധിക്കുന്ന ദേവിയാണെന്നാണ്. നമ്മൾ ഈ പറയുന്ന കഥ എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവും എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളാണ്, ഓരോ മിത്തോളജിയാണ്. അവൾ വിശ്വസിക്കുന്നത്, അവൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും അവൾ പ്രാർത്ഥിക്കുന്ന ദേവിയാണ് അവരെ രക്ഷിച്ചത്. ഇന്നേ വരെ പിന്നെ കുട്ടികൾ രണ്ടുപേരും, അല്ലെങ്കിൽ ആ വീട്ടിൽ ആർക്കും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റിയുടെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആൻറ്റിയെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ ലൈറ്റിലേക്ക് അതെ ആൻറ്റി യാത്രയായി. എല്ലാവരും പറയും യൂണിവേഴ്സിൽ ഒരു വലിയ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഈ എനർജി ബോഡി നേരെ ആ ലൈറ്റിലേക്കുള്ള യാത്രയാണെന്നാണ് പറയുന്നത്.